എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. ഇന്ത്യൻ നാവികസേന ചരിത്രപരമായ ഒരു മാറ്റത്തിന്റെ നടുവിലാണ്. അതിന്റെ കേന്ദ്രബിന്ദു ദസൗ റാഫേൽ എം യുദ്ധവിമാനങ്ങളാണ്. നാവിക വ്യോമശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇൻഡോ പസഫിക്, ഇന്ത്യൻ മഹാസമുദ്ര മേഖല എന്നിവിടങ്ങളിൽ സമുദ്ര താൽപ്പര്യങ്ങൾ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ രാജ്യത്തെ ശാക്തീകരിക്കുന്നതിലും റാഫേലും വാങ്ങുന്നത് ഒരു സുപ്രധാന വഴിത്തിരിവാകുന്നു. മികച്ച വ്യോമയാനങ്ങൾ, വിപുലവും നൂതനവുമായ യുദ്ധ സംവിധാനങ്ങൾ, എയർക്രാഫ്റ്റ് കാരിയറിന് അനുയോജ്യത എന്നിവ പരിഗണിച്ച് റാഫേലും ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ ഊർജം പകരും. ചൈനയുടെ നാവികസേന ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ കൂടുതലായി സാന്നിധ്യം നേടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൻ്റെ കമ്മീഷനിങ്ങും അതിലേക്ക് വേണ്ടി അത്യാധുനിക മൾട്ടി റോൾ ഫൈറ്ററിൻ്റെ ആവശ്യകതയും ഉള്ളതിനാൽ 26 റാഫേൽ എം യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം ഒരു സുപ്രധാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഫ്രഞ്ച് നാവികസേന ഉപയോഗിക്കുന്ന ഏറെക്കുറെ സ്വീകാര്യമായ ഒരു നാവിക യുദ്ധവിമാനമായതിനാൽ റാഫേലും ഇന്ത്യൻ നാവികസേനയുടെ ശേഷി 10 മടങ്ങ് വർദ്ധിപ്പിക്കുകയാണ്. ഇത് വ്യോമ മേധാവിത്വം, സമുദ്ര ആക്രമണശേഷി, തന്ത്രപരമായ പ്രതിരോധം എന്നിവ നൽകുന്നു. ഇന്ത്യൻ നാവികസേന റാഫേൽ എം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? ഇന്ത്യൻ നാവികസേന വർഷങ്ങളായി MiG-29K ആണ് പ്രാഥമിക വിമാനവാഹിനി കപ്പൽ അധിഷ്ഠിത യുദ്ധവിമാനമായി പ്രവർത്തിപ്പിക്കുന്നത്. എന്നിരുന്നാലും വിമാനത്തിന് കാര്യമായ പ്രവർത്തന പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവയിൽ ചിലത് ഉയർന്ന അറ്റകുറ്റപ്പണി ചെലവുകൾ, ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ, കുറഞ്ഞ വിശ്വാസ്യത, തൽഫലമായി കുറഞ്ഞ ലഭ്യതാ നിരക്ക്. ആധുനിക യുദ്ധവിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ താഴ്ന്ന ഏവിയോണിക്സും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും. MiG-29Kയ്ക്ക് പകരമായി ഇന്ത്യൻ നാവികസേന 2 വിമാനങ്ങളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. റാഫേൽ എം, ദസൗ റാഫേൽ എം, അതായത് ഫ്രഞ്ച് റാഫേലിൻ്റെ മറൈൻ പതിപ്പ്. രണ്ടാമത്തേത് ബോയിങ് FI-18 സൂപ്പർ ഹോർണറ്റ്, അതായത് അമേരിക്കൻ എയർക്രാഫ്റ്റ് കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനം. ഗോവയിലെ INS ഹൻസയിൽ ഈ 2 ജെറ്റുകളും പരീക്ഷിച്ചു. ഇന്ത്യയുടെ ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി സ്റ്റോബാർ വിമാനവാഹിനി കപ്പലുകളുമായി നാവികസേന ഇവയുടെ അനുയോജ്യതയും പരീക്ഷിച്ചു. ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി എന്നാൽ വിമാനവാഹിനി കപ്പലിൻ്റെ ഡെക്കിൽ നിന്ന് വിമാനങ്ങൾ വിക്ഷേപിക്കുന്നതിനും അതിനെ വീണ്ടെടുക്കുന്നതിനും ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവയൊക്കെ വിലയിരുത്തിയപ്പോൾ നിരവധി പ്രധാന ഗുണങ്ങൾ കാരണം റാഫേൽ എമ്മിന് കരാർ ലഭിച്ചു. അവ ഏതൊക്കെയാണ്? 1. സ്റ്റോബാർ വിമാനവാഹിനി കപ്പലിന് അനുയോജ്യമായത്. സ്കീ ജമ്പ് റാമ്പിൽ നിന്ന് പ്രവർത്തിപ്പിക്കാനുള്ള റാഫേൽ എം അതിൻ്റെ കഴിവ് വളരെ വിജയകരമായാണ് പരീക്ഷിച്ചത്. ഇത് INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവയ്ക്ക് അനുയോജ്യമാണെന്ന് സ്ഥിരീകരിച്ചു. വിമാനത്തിൻ്റെ അറസ്റ്റർ ഹുക്ക്, ലാൻഡിംഗ് ഗിയർ സിസ്റ്റം എന്നിവ അറസ്റ്റ് ചെയ്ത വീണ്ടെടുക്കൽ പ്രവർത്തനങ്ങൾക്ക് വളരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തി. 2. വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാരിയർ ബേസ്ഡ് പെർഫോമൻസ്. ഫ്രഞ്ച് നാവികസേന പതിറ്റാണ്ടുകളായി അതിൻ്റെ വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗല്ലിൽ റാഫേൽ എം ഉപയോഗിക്കുന്നു. യുദ്ധപ്രവർത്തനങ്ങളിൽ അതിൻ്റെ പ്രകടനം കുറ്റമറ്റതായിരുന്നു. കാറ്റപ്പൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് ബട്ട് അറസ്റ്റഡ് റിക്കവറി കാറ്റോബാർ കരിയറുകൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്ത FA-18 സൂപ്പർ ഹോർണറ്റിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ സ്റ്റോബാർ കരിയറുകളുമായി പൊരുത്തപ്പെടാൻ റാഫേൽ എം താരതമ്യേന എളുപ്പമാണെന്ന് കണ്ടെത്തി. 3. മൾട്ടി റോൾ കോമ്പാക്ട് കേപ്പബിലിറ്റീസ്. ഇനി പറയുന്നവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവുള്ള ഒരു യഥാർത്ഥ മൾട്ടി റോൾ ഫൈറ്ററാണ് റാഫേൽ എം, അതായത് വ്യോമ മേധാവിത്വം. ദീർഘദൂര മെറ്റിയർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ BVRAAM അവ ഉപയോഗിച്ച് ശത്രു വിമാനങ്ങളെ നശിപ്പിക്കുന്നു. സീ സ്ട്രൈക്ക് എക്സോസെറ്റ് AM-39 ആൻറ്റി ഷിപ്പ് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രു യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും മുക്കിക്കളയുന്നു. ഗ്രൗണ്ട് സ്ട്രൈക്ക് ദൗത്യങ്ങൾ സ്കാൽപ്പ് ക്രൂയിസ് മിസൈലുകളും ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളും ഉപയോഗിച്ച് കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്നു. ഇലക്ട്രോണിക് വാർഫെയർ എതിരാളിയുടെ റഡാറുകളും സെൻസറുകളും തടസ്സപ്പെടുത്തുന്നതിന് സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഉപയോഗിക്കുന്നു. ഇനി റാഫേൽ തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിൽ 4-ാമത്തെ പോയിന്റ്
അഡ്വാൻസ്ഡ് കോമ്പാക്ട് ആയുധങ്ങളും സംവിധാനങ്ങൾ. ഇന്ത്യൻ നാവികസേനയ്ക്ക് സമാനതകളില്ലാത്ത പോരാട്ട വീര്യവും ആധിപത്യവും നൽകുന്ന ശക്തമായ ആയുധങ്ങളുടെ ഒരു നിരയാണ് റാഫേൽ എമ്മിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതിലേതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? മെറ്റിയോർ BVRAAM, അത് 150 കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ ശത്രു വിമാനങ്ങളെ ആക്രമിക്കാൻ റാഫേൽ എമ്മിനെ പ്രാപ്തമാക്കുന്ന നൂതന മിസൈൽ. ഇത് റാഫേലിന് തികഞ്ഞ വ്യോമ ആധിപത്യം നൽകുന്നു. എക്സോസെറ്റ് AM-39 കപ്പൽ വേധ മിസൈൽ. ശത്രു യുദ്ധ കപ്പലുകളെ മുക്കുന്നതിനും ശത്രു നാവികസേനകൾ പ്രവേശിക്കുന്നത് തടയുന്നതിനുമുള്ള വളരെ തെളിയിക്കപ്പെട്ട ഒരു യുദ്ധ മിസൈൽ. സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ. ആഴത്തിനുള്ള, അതായത് ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളെ, കരഭൂമിയിൽ ഉള്ളിലോട്ടുള്ള ഉൾനാടൻ ലക്ഷ്യങ്ങളിൽ കൃത്യമായ ആക്രമണങ്ങൾ നടത്താൻ കഴിവുള്ള വളരെ കുറഞ്ഞ റഡാർ ദൃശ്യതയുള്ള ദീർഘദൂര മിസൈൽ. അത് റഡാറിലധികം പതിയില്ലത്. അടുത്തത് ഹാമർ പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ. GPS സൗകര്യം നിഷേധിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ പോലും ശത്രു സൈനിക സ്ഥാപനങ്ങളെ ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായത്. മൈക്ക ഷോർട്ട് റേഞ്ച് മിസൈലുകൾ. റാഫേൽ എമ്മിന് യുദ്ധസമയത്ത് ഭീഷണികളെ നിർവീര്യമാക്കാൻ കഴിവ് നൽകുന്ന ക്ലോസ് റേഞ്ച് കോമ്പാക്ട് എയർ. ഇനി റാഫേൽ എം തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണങ്ങളിൽ 5-ാമത്തെ പോയിന്റ്, ഇന്ത്യൻ വ്യോമസേനയുമായുള്ള കൂടുതൽ പരസ്പര പ്രവർത്തനക്ഷമത. ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം 36 റാഫേൽ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാൽ റാഫേൽ എമ്മിനായുള്ള വിതരണ ശൃംഖല, സ്പെയർ പാർട്സുകൾ, പൈലറ്റ് പരിശീലന കേന്ദ്രം എന്നിവ ഏറെക്കുറെ ലളിതമാകും. കാരണം ബോയിങ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്കിതെല്ലാം പുതുതായി വേണ്ടി വരും. എന്നാൽ റാഫേൽ നമ്മൾ ഇതിനോടകം തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനാൽ, ഈ വ്യോമസേനയ്ക്ക് വേണ്ടി ഇതിനോടകം പ്രവർത്തിപ്പിക്കുന്നതിനാൽ നമുക്ക് ഏറെക്കുറെ ലളിതമായ ഒരു വിമാനമായി അനുഭവപ്പെടും. ഇതിൻ്റെ സാധാരണത്വം പ്രവർത്തന ചെലവിൽ പണം ലാഭിക്കുന്നതിനും ഫ്ലീറ്റുകളുടെ സംയോജനം വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യൻ നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും സംയുക്ത പ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നതുമാണ്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായ സംഭവമാണ് റാഫേൽ എമ്മിൻ്റെ ഉൾപ്പെടുത്തൽ എന്നതിൽ സംശയമില്ല. അത്യാധുനിക ഏവിയോണിക്സ്, ഹെവി ഫയർ പവർ, സമാനതകളില്ലാത്ത എയർക്രാഫ്റ്റ് കാരിയറിനുള്ള അനുയോജ്യത എന്നിവയാൽ വ്യോമ മേധാവിത്വം, സമുദ്രാക്രമണ മേധാവിത്വം, തന്ത്രപരമായ പ്രതിരോധം എന്നിവ കൊണ്ട് റാഫേൽ എം ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു ശക്തമായ ആയുധമായി മാറും. വരും ദശകങ്ങളിൽ ഇൻഡോ പസഫിക് സുരക്ഷിതമാക്കുന്നതിനും അതിൻ്റെ പ്രാദേശികമായ കടൽ ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിനും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ റാഫേൽ എം തികഞ്ഞ നേതൃത്വം നൽകുകയും ഇന്ത്യയുടെ മുന്നണി പോരാളിയായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം TV സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നന്ദി, നമസ്കാരം.